Good evening. So, we will discuss so last day public mock test solution. Straight away, we question first question log log x square log of x square plus x to the base 4 minus log of x plus 1 to the base 4. So base random same anangil base 4 and random same anangil namukku edu formula use cheyam log m minus log n. So that means okay, log of x square plus x to the base 4 minus log of x plus 1 to the base 4 equal to 2. Then find the value of x. X in the value kണ്ടുപിടിക്കാനാണ്. So this can be written as log of x square plus x divided by x plus 1 to the base 4 is equal to 2. So that implies log of numerator നോക്കിയാൽ നമുക്ക് x സ്ക്വയറും x ഉം. So രണ്ടിൽ നിന്നും നമുക്ക് x കോമൺ ആയിട്ട് എടുത്താൽ log of x into x plus 1 divided by x plus 1 to the base 4 is equal to 2. Okay, in the cancel x plus 1 get cancelled. So that implies log x to the base 4 equal to 2. So log in a definition അനുസരിച്ച് നമുക്ക് x എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിനെ എത്ര തവണ റേസ് ചെയ്താൽ ഈ വാല്യൂ കിട്ടും, അതിനെയാണ് നമ്മൾ log എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എഴുതാം, x is equal to 4 square 16. Choice A 16. Okay, then asli regular batch നമ്മൾ ചെയ്തിട്ടുള്ള question ആണ്. Then second one, if x is equal to log 12 to the base 24, y is equal to log 24 to the base 36, z equal to log 36 to the base 48. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x, y, z plus 1. So that implies നമുക്ക് എങ്ങനെ എഴുതാം, x എന്താണ് log 12 to the base 24 into log 24 to the base 36 into log 36 to the base 48 plus 1. Then log in the property log a to the base b can be written as log a divided by log b. A property apply log 12 divided by log 24 into log 24 divided by log 36 into log 36 divided by log 48 plus 1. So that means നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, log 24 log 36 ക്യാൻസൽ ചെയ്യാം. സോ മിച്ചം എത്ര വരും, log 12 divided by log 48 plus 1. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ 1നെ എങ്ങനെ മാറ്റി എഴുതണം ബേസിൻ്റെ ടൈമിൽ, അല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിനെ ടേമിലേക്ക് നമുക്ക് എഴുതിയെടുത്താൽ. സോ ഇതെങ്ങനെ എഴുതാം, log 12 to the base 48 plus 1. So that implies ഈ 1നെ നമ്മൾ എങ്ങനെ മാറ്റും, in terms of base. Base സെയിം ആണെങ്കിൽ നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, log 12 to the base 48 plus log 48 to the base 48. So that means നമുക്ക് എങ്ങനെ എഴുതാം, log of 12 into 48 to the base 48. Log of 12 into 48 to the base 48. 12 into 48 log 576 to the base 48 കിട്ടും. So 576നെ നമുക്ക് എങ്ങനെ എഴുതാം, log 24 square to the base 48. So that means 2 log 24 to the base 48. നമ്മുടെ ക്വസ്റ്റ്യനിൽ log 24 to the base 48 നമ്മൾ ബേസ് ചേഞ്ചിങ് റൂൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഇനി എങ്ങനെ എഴുതാം, 2 log 2 into log 24 to the base 36 log 24 to the base 36 into log 36 to the base 48. So 36 get cancelled. നമുക്ക് എന്ത് കിട്ടും, log
24 to the base 48 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് 2 into log 24 to the base 36 എന്താണ്? log 24 to the base 36 y ആണ്. log 36 to the base 48 z ആണ്. therefore നമുക്ക് എന്ത് വരും? 2yz. 2yz. സോ ഒബിയസ്ലി നമുക്ക് ലോഗിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചാൻസ് തരുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ള എക്സാമിന്. സോ കഴിയുന്നത് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ലോഗ്. നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ദിവസം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റേഷ്യോയും പ്രപ്പോർഷനും ആദ്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാവുന്നത്. ആദ്യത്തെ 1 മണിക്കൂറിൽ ചെയ്യുന്നത്. അതിനുശേഷം ലോഗ് വന്ന് ഇതേ കണക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ചെയ്യാം. ഈ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ചെയ്ത് മാറുക. ഇതേപോലെ സിമ്പിളായിട്ടുള്ള ലോഗിൻ്റെ ഒരു റൂട്ട് ഓഫ് ഒറ്റ 1-2 സ്റ്റെപ്പിലുള്ള ലോഗിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. അത് സെക്കൻഡ് റൗണ്ടിലേക്ക് വെക്കരുത്. നമുക്ക് ആദ്യത്തെ സ്ട്രെച്ചിൽ തന്നെ ചെയ്ത് മാറും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. In a 2-digit number, the digits in the tens place is twice the digit in the unit place. No, 2-digit 3-digit number case നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒബിയസ്ലി നമ്മൾ എന്തേ എടുക്കാവൂ? ചോയ്സ് മെത്തേഡേ എടുക്കാവൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് ടെൻസ് പ്ലേസിലുള്ളത് യൂണിറ്റ് പ്ലേസിനുള്ളതിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞത് 63 നമുക്ക് കൺസിഡർ ചെയ്യാം. 3യുടെ ഇരട്ടിയാണ് 6. ബട്ട് gives 18 is subtracted. 63 minus 18. 63 minus 18 നമുക്ക് 45 ആണ്. ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ടില്ല. therefore ചോയ്സ് എ അല്ല. ദെൻ 21 minus 18 03 ആണ്. ദെൻ 42 minus 18 24 ആണ്. 42 എന്നുള്ള ഡിജിറ്റ്സ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻസർ 42. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റിൽ തന്നെ ചെയ്യാം. ആദ്യത്തെ മണിക്കൂറിൽ തന്നെ തീർക്കുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. For a certain commodity, the demand equation giving y units for a price p in rupees per unit is. So demand എന്താണ്? y equal to 100 into 10 minus p. The supply equation given supply z for a price p z equal to 75 into p minus 3. രണ്ട് കാര്യങ്ങൾ നമുക്ക്. The market price is such that such at which demand equal to supply. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നതെന്ന് പറയുന്നത് എന്താണ്? y equal to z. y equal to z. സോ y equal to z. y എത്രയാണ്? 100 into 10 minus p equal to 75 into p minus 3. സോ 75 25 കൊണ്ട് നമുക്ക് 100ഉം 75ഉം സിംപ്ലിഫൈ ചെയ്താൽ 4. സോ 40 minus 4p equal to 3p minus 9. So that means 49 equal to minus 4p അപ്പുറം plus 4p 7p. That implies p equal to 7. p equal to 7 ഉള്ള ഒറ്റ ചോയ്സേ ഉള്ളൂ. ബട്ട് നൺ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് നമുക്ക് നേരെ ചോയ്സ് 1 എന്ന ആൻസർ എഴുതാൻ പറ്റില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ y equal to yയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. yയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 into 10 minus 7. That means 300. So നമ്മുടെ question, find the market price and quantity that will be bought and sold. So 7 and 300 units. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. പിയുടെ വാല്യൂ യൂസ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? The next one, the age of a person is. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എപ്പോഴും സ്റ്റുഡൻസ് ഡൗട്ട് വെച്ച് കാണുന്നത്. കറക്റ്റായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വായിക്കാം. The age of a person is 8 years more than thrice the age 8 years more than thrice the age of the sum of his 2 grandsons who were twins. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഒരാളുടെ ഏജ് എന്താണ്? 8 വയസ്സ് കൂടുതലാണ്. അയാളുടെ ഇപ്പോഴത്തെ ഏജ് 8 വയസ്സ് കൂടുതലാണ്. എന്തിനേക്കാട്ടിലും? ഗ്രാൻഡ് സൺസിൻ്റെ ഏജിൻ്റെ സമ്മിൻ്റെ 3 ഇരട്ടിയെക്കാട്ടിലും 8 കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് അയാളുടെ ഏജ് ഓഫ് മാൻ എക്സ് റൈറ്റ് നൗ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം.
സം ഓഫ് ഏജസ് ഓഫ് 2 grandsons, ഏജസ് ഓഫ് 2 grandsons അല്ലാണ്ട് 3 വേരിയബിൾസ് നമ്മൾ നോർമലി ഇനിഷ്യലൈസ് ചെയ്യില്ല. സം ഓഫ് ഏജസ് ഓഫ് 2 grandsons y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടി ത്രൈസ്, ദാറ്റ് മീൻസ് 3y, അതിനെക്കാട്ടിലും 8 കൂടുതൽ. സോ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ആഫ്റ്റർ 80 years, 8 വർഷത്തിന് ശേഷം, ഇവിടെയാണ് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്നത് നോർമലി. 8 വർഷത്തിന് ശേഷം, സോ അയാൾക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് ഇപ്പോൾ എക്സ് ആണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ എന്താവും? എക്സ് പ്ലസ് 8. സോ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. എക്സ് പ്ലസ് 8. ആഫ്റ്റർ 80 years his age will be 10 years more than twice the sum of the ages of his 2 grandsons. So right now സം ഓഫ് ഏജസ് ഓഫ് grandsons y ആണ്. 8 വർഷം കഴിയുമ്പോൾ 2 പേർക്കും 8 വയസ്സ് വെച്ച് കൂടില്ലേ? സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ട്വൈസ്, 8 വർഷം കഴിയുമ്പോൾ y പ്ലസ് 16 ആയിരിക്കും. ഇതിൻ്റെ ഇരട്ടിയെക്കാട്ടിലും 10 കൂടുതൽ. സോ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ദെൻ എന്താണ് ഇക്വേഷൻ 1? ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ എക്സിൻ്റെ വാല്യൂ 3y പ്ലസ് 8 എന്നുള്ളത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3y പ്ലസ് 8 പ്ലസ് 8 equal to 2y plus 32 plus 10. That implies 3y plus 16 equal to 2y plus 42. So y terms in LHS 3y minus 2y equal to 42 minus 16. 26 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y എന്ന് കിട്ടുന്നത്. y means sum of ages of grandsons. 26 ആണ്. അവർ ട്വിൻസ് ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്, ദാറ്റ് മീൻസ് അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ഏജ് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ വെച്ചിട്ടായിരിക്കും അവരുടെ ഏജ്? 13 ഈച്ച് ആയിരിക്കും. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്ന എക്സ്, അതായത് അയാളുടെ ഏജ്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്, എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 26 പ്ലസ് 8. 3 ഇൻറ്റു 26 പ്ലസ് 8, 86 എന്ന് കിട്ടും. ബട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ് നൗ അയാളുടെ ഏജ് 86 ആണ്. ദ ഏജ് ഓഫ് ദ പേഴ്സൺ വെൻ the twins were born, ആ ട്വിൻസ് ജനിച്ചപ്പോൾ, ദാറ്റ് മീൻസ് ഇപ്പോൾ 86 ഉള്ളത് 86 ഏജ് ഉണ്ട്. ഇപ്പോൾ ട്വിൻസിന് എത്ര ഏജ് വെച്ചുണ്ട്? 13 ഏജ് വെച്ചുണ്ട്. സോ ദാറ്റ് മീൻസ് 13 ഇയേഴ്സ് മുന്നേ ആണ് അവർ ജനിക്കുന്നത്. സോ എത്ര വരും? ഏജ് 86 മൈനസ് 13 ഈക്വൽ ടു 73 ഇയേഴ്സ്. 73 ഇയേഴ്സ്. years. Then next one, ഒന്ന് ആൻസർ പറയാം. 6th question. ഒത്തിരി പേര് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒത്തിരി പേര് ഇതിനകത്ത് അത് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. സോ 3x² മൈനസ് 14x മൈനസ് k ഈക്വൽ ടു 0. റെസിപ്രോക്കൽ. സോ ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ട. അഖില് പറഞ്ഞ ആൻസർ 3 ആണോ മൈനസ് 3 ആണോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. റെസിപ്രോക്കൽ ടു ഈച്ച് അതർ. റെസിപ്രോക്കൽ റൂട്ട്സ് ആർ റെസിപ്രോക്കൽ. റൂട്ട്സ് റെസിപ്രോക്കൽ ആണെങ്കിൽ അതിനകത്തുള്ള പ്രത്യേകത എന്താണ്? a ഈക്വൽ ടു c ആയിരിക്കും. ദാറ്റ് മീൻസ് കോയിഫിഷ്യന്റ് ഓഫ് x² ഇവിടെ എത്രയാണ്? കോയിഫിഷ്യന്റ് ഓഫ് x² ഇവിടെ 3 ആണ്. കോൺസ്റ്റന്റ് ടേം എത്രയാണ്? മൈനസ് k ആണ്. ദാറ്റ് മീൻസ് 3 ഈക്വൽ ടു മൈനസ് k. ദാറ്റ് ഇംപ്ലൈസ് k ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. k ഈക്വൽ ടു എന്ത് വരണം? -3. k ഈക്വൽ ടു -3. അവിടെ പ്ലസ് k രണ്ടും നമുക്ക് എക്സാമിന് മാറി മാറി ചോദിക്കുന്നു. പർപ്പസ്ഫുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ചോദിക്കാറുണ്ട്. ഇവിടെ സംടൈംസ് ആൻസർ പോലും നമുക്ക് ഇതായിട്ട് വരാറുണ്ട്. k ഒരിക്കലും എന്തല്ല, ഇവിടെ പ്ലസ് ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഒബ്വിയസ്ലി k 3 ആണ്. ബട്ട് മൈനസ് വന്നാൽ കോൺസ്റ്റന്റ് ടേം ഇസ് ഈക്വൽ ടു കോയിഫിഷ്യന്റ് ഓഫ് x². കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് k ആണ്, k അല്ല. മൈനസ് k ഈക്വൽ ടു 3 ആണ്. ദാറ്റ് ഇംപ്ലൈസ് k എന്ത് വരണം? k ഈക്വൽ ടു -3 വരണം. k ഈക്വൽ ടു -3. അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? ചോയ്സ് സി എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക്. ക്ലിയർലി? സോ ചോയ്സിൽ പോലും സംടൈംസ് ഇത് മിസ്റ്റേക്ക് ചെയ്ത് വരാറുണ്ട്. ബട്ട് ആക്ച്വൽ ആൻസർ ഈസ് -3. ഇത് നമ്മൾ റെഗുലർ ബാച്ചിൽ സോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം. ഉണ്ടോ? ഈ സൈൻ നമുക്ക് ഇത് രണ്ടും വരാം എക്സാമിന്. ഇവിടെ പ്ലസ് വന്നാൽ നോ ഇഷ്യൂസ്, k ഈക്വൽ ടു 3. ബട്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? -3 വന്നാലേ -3 ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ,
The roots of the equation x square plus x plus r equal to 0 are alpha and beta. So x square plus x plus r equal to 0. In the roots alpha and beta, alpha plus beta sum of roots minus b by a. That means minus 1 alpha into beta c by a. A ഇവിടെ 1 ആണ്. So എത്ര വരും r. Then നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്നാണ്. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. അത് -6 ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്, ആൽഫ ഇൻറ്റു ബീറ്റ ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്. സോ ദാറ്റ് മീൻസ് -1 ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു -1 ഇൻറ്റു ആർ ഈക്വൽ ടു -6. So that implies -1 plus 3r equal to -6. ഈ -1 RHSലേക്ക് പോകുമ്പോൾ +1 ആകും. -6 plus 1 എത്ര വരും? -5 വരും. 3r equal to -5. That implies r is equal to -5 divided by 3. -5 divided by 3, choice A. -5 divided by 3 correct ആണ്. Then 8th one. So ഇത് നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരുപാട് തവണ എക്സാമിനും മോക്ക് ടെസ്റ്റിലും വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 minus x square raised to -1 the whole raised to -1 the whole raised to -1/2. സോ നമ്മൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇന്നർ ബ്രാക്കറ്റ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കുകയാണെങ്കിൽ -x-1 raised to -1 എനിത്തിങ് raised to -1 മീൻസ് ആ സം എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. a raised to -1 ദാറ്റ് മീൻസ് 1/a ആണ്. 10 raised to -1 1/10 ആണ്. സംതിങ് raised to -1 1/something ആണ്. ഈ സംതിങ്ങിൻ്റെ അവിടെ നമുക്ക് 1 - x square ഇട്ട് കൊടുത്താൽ 1/1 - x square എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിങ്ങനെ എഴുതാം 1 minus x square the whole raised to -1 can be written as 1/1 minus x square the whole raised to -1 the whole raised to -1/2 -1 divided by 2. Then again നമുക്ക് ഏറ്റവും ഇന്നർ ബ്രാക്കറ്റിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 1 minus x square -1 divided by 1 minus x square the whole raised to -1 the whole raised to -1/2. So ഇവിടെ +1 -1 get cancelled, which 1 minus x square divided by 1 minus x square. So മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ഈ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ആക്കാൻ നമുക്ക് ഒറ്റയടിക്കുക. 1 plus x square divided by 1 minus x square the whole raised to -1 the whole raised to -1/2. ഇതേ raised to -1 that means ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് 1 plus 1 minus x square divided by x square the whole raised to -1/2. So that implies x square plus 1 minus x square divided by x square the whole raised to -1/2. So ഇവിടെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? പ്ലസ് x square minus x square get cancel. 1/x square the whole raised to -1/2. So ഡിനോമിനേറ്ററിലുള്ള x സ്ക്വയറിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? x raised to -2 the whole raised to -1/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? x. Then it will answer x. Next one. So 3 raised to indices in the question 3 raised to n plus 1 plus 3 raised to n divided by 3 raised to n plus 3 minus 3 raised to n plus 1. പിന്നെ നേരെ ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നേരെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. സോ ദാറ്റ് മീൻസ് നമുക്കിത് എങ്ങനെ എഴുതാം? a raised to m plus n can be written as a raised to m into a raised to n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. 3 raised to n into 3 means 3 raised to 1 plus 3 raised to n divided by 3 raised to n into 3 raised to 3 minus 3 raised to n into 3. That means 3 raised to 3 in the sense 3 raised to 1.
ഓക്കെ. സോ നമുക്ക് കണ്ടോ എല്ലാ ടേമിലും ന്യൂമറേറ്ററിലെ 2 ടേമിലും 3n ഉണ്ട്, ഡിനോമിനേറ്ററിലെ 2 ടേമിലും 3n ഉണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും, 3 + 1 ഡിവൈഡഡ് ബൈ 3n ഇവിടെ കോമൺ എടുത്താൽ 3 minus 3. 3n get cancelled. That means 3 + 1 4. 3 cube 27 minus 3 24. 4/24 1/6 is the right answer. 1 divided by 6. 1 divided by 6 correct ആണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. നമ്മൾ നോർമലി ചെയ്തിരിക്കുന്നതാണ്. ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ u² ഈസ് ഈക്വൽ ടു VW എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മോക്ക് ടെസ്റ്റുകളിലെല്ലാം പലതവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. u⁵5x ഈക്വൽ ടു v⁵5y ഈക്വൽ ടു w⁵5z. അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് എന്നാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കോൺസ്റ്റന്റ് കെയോടിക് വെയിറ്റ് ചെയ്യും, കോൺസ്റ്റന്റ് കെയോടിക് വെയിറ്റ് ചെയ്യും. ദെയർഫോർ u⁵5x ഉണ്ട്. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ കഴിയുന്നതും എക്സാമിന് ഒഴിവാക്കണം. നേരെ u ഈക്വൽ ടു എങ്ങനെ എഴുതണം, ദാറ്റ് ഇംപ്ലൈസ് u ഈക്വൽ k⁵1/5x. സോ അതേപോലെ v ഈക്വൽ ടു എങ്ങനെ എഴുതാം, k⁵1/5y. w ഈക്വൽ ടു എന്താണ്, k⁵1/5z. ഓക്കെ. ദെൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, u² ഈക്വൽ ടു vw. ദാറ്റ് ഇംപ്ലൈസ് u എന്താണ്, k⁵1/5x the whole square is equal to k⁵1/5y into k⁵1/5z. ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ k⁵2/5x ഈക്വൽ ടു k⁵1/5y പ്ലസ് 1/5z. സോ രണ്ട് ഇൻഡിസസ് ഈക്വൽ ആണ്. ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് പവർ അല്ലെങ്കിൽ എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കും. സോ എങ്ങനെ എഴുതാം, 2/5x ഈക്വൽ ടു 1/5y പ്ലസ് 1/5z. സോ നോക്കിയാൽ എല്ലാ ടേമിലും ഡിനോമിനേറ്ററിൽ LHSലും RHSലും ഒരു 5 ഉണ്ട്. മൊത്തത്തിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/x. 2/x is equal to 1/y plus 1/z. So 2/x LCM എടുക്കുമ്പോൾ z plus y divided by yz. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 2yz ഈക്വൽ ടു 2yz 2yz equal to xy പ്ലസ് xz. ഓക്കെ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, xy പ്ലസ് xz മൈനസ് 2yz. സോ നേരെ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ xy പ്ലസ് xz മൈനസ് ഓഫ് xy പ്ലസ് xz. ഇതല്ലേ നമുക്ക് 2yz ഈ കിട്ടിയിരിക്കുന്നത്. 2yz നമുക്ക് എക്സാക്ട്ലി സെയിം കിട്ടി. ദാറ്റ് മീൻസ് മൈനസ് കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ എല്ലാം മൈനസ് ആകും, എല്ലാ ടേമും ക്യാൻസൽ ആകും. ആൻസർ എന്ത് വരും, 0. ആൻസർ ഇസ് ഈക്വൽ ടു 0. ആൻസർ എത്ര വരും, 0. ദെൻ ക്വസ്റ്റൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നെക്സ്റ്റ് വൺ ഒന്ന് ആൻസർ പറയാമോ? നമുക്ക് 2 ക്വസ്റ്റ്യൻ തേർഡ് ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് ഒരു ഇതേപോലെ ഒരു ഷെയ്ഡഡ് പോർഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ദെൻ വിസിബിൾ റീജിയൻ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ 2 ഗ്രാഫാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എക്സാമിന് 2 ക്വസ്റ്റ്യനിലൊന്ന് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഏതാണ് ഇൻഇക്വാളിറ്റി, ഫീസിബിൾ റീജിയൻ ഏത് വരും എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ വരാം. സോ ഇത് നോക്കിയേ, എല്ലാത്തിൻ്റെയും ഏതാണ് ലോവർ പോർഷനാണ്, ഒറിജിനിലേക്കുള്ള പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആയിരിക്കും. ദെൻ x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 ആയിരിക്കും. x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കും. സോ എല്ലാം
less than or equal to 10. Then first quadrant മാത്രം ആയതുകൊണ്ട് x, y greater than or equal to 0. So എല്ലാം ലെസ് ദാൻ വരുന്ന ചോയ്സ് ഏതാണ്? എല്ലാം ലെസ് ദാൻ വരുന്ന ചോയ്സ് ഏതാണ്? ലെസ് രണ്ടാമത് ഇവിടെ ഗ്രേറ്റർ വരുന്നുണ്ട്, ഇവിടെ ലാസ്റ്റ് വൺ ഗ്രേറ്റർ വരുന്നുണ്ട്. therefore ചോയ്സ് സി. ഓക്കെ അല്ലേ? then next one. x plus y ഇത് നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ള x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ഏത് ഗ്രാഫ് വരുമെന്നൊന്ന് പറയാമോ? സോ ദാറ്റ് മീൻസ് ഏത് പോർഷനാണ് ഇവിടെ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫസ്റ്റ് ക്വാഡ്രന്റ് വരണമെന്ന് പറഞ്ഞിട്ടില്ല. എക്സ് പ്ലസ് വൈ ലൈനിന്റെ താഴത്തെ പോർഷൻ ആയിരിക്കും വരുന്നത്. ഇത് താഴത്തെ പോർഷനാണ് വരുന്നത്, കൺസിഡർ ചെയ്യാം. ഇത് അപ്പർ പോർഷനാണ്, കൺസിഡർ ചെയ്യേണ്ട. ലൈൻ വരിക മീൻസ് എന്താണ്? ഇക്വേഷൻ ആണ്. ഇത് ഇൻഇക്വാലിറ്റി ആണ്, നൺ ഓഫ് ദീസ് വരില്ല. therefore നമ്മുടെ ആൻസർ എന്താണ്? ചോയ്സ് എ. ചോയ്സ് എ. okay, then next one. The time by which a sum of money is 8 times of itself if it doubles itself in 15 years. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എക്സാമിന് പോലും അങ്ങനെ ക്വസ്റ്റ്യൻ വരും. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് എടുത്ത് പറയില്ല, ബട്ട് അവിടെ നമുക്കൊരു ക്ലൂ കിട്ടുമെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 2 times in 15 years. ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാം, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്, ഷോർട്ട് കട്ട് ഫോമിൽ അറിയാമെങ്കിൽ. സോ ലെസ് ദാൻ 10 seconds അല്ലെങ്കിൽ 20 seconds നമുക്ക് ചെയ്യാൻ പറ്റും. So 2 times in 15 years, then 8 times. 8 times means 2 raised to 3 times in dash years. Throw it in 15 into 3, that means 45. 45 years. 45 years correct answer ആണ്. നമുക്ക് 14 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് മാത്രം കിട്ടാം. അത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാകണം, അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഉണ്ടാവണം ഫോർത്ത് ചാപ്റ്ററിൽ. The next one. What is the rate of simple interest if sum of money amounts to rupees 2784 in 4 years and 2688 in 3 years? എന്നാൽ നമ്മൾ ഇതും ക്ലാസ്സിൽ ചെയ്യണം. 3 വർഷം കൊണ്ട് 2688, 4 വർഷം കൊണ്ട് 2784. ദാറ്റ് മീൻസ് 3, 4 ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിഫറൻസ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? PI. സോ 2784 മൈനസ് 2688 എത്രയാണ്? 96 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ വർഷവും കിട്ടുന്നത് സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് 3 വർഷം കൊണ്ട് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? 96 into 3 288. സോ A ഈസ് ഈക്വൽ ടു P പ്ലസ് I അല്ലേ? സോ A 2688 ആണ്, P കണ്ടുപിടിക്കണം. I 288 ആണെങ്കിൽ P ഈക്വൽ ടു 2688 മൈനസ് 288 എത്രയും 2400. സോ P 2400 കിട്ടിയാൽ 2400 into I equal to 96 അല്ലേ? സോ I equal to എന്ത് വരും? 96 divided by 2400, 0.04. ദാറ്റ് മീൻസ് 4%. ഇങ്ങനെ അല്ലാണ്ട് 3 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ടും 4 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ടും എടുത്തിട്ട് A is equal to P into 1 plus IT ഫോമുല വെച്ച് ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്തും, ബട്ട് ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് എത്താൻ പറ്റില്ല. സോ എക്സാമിൻ്റെ അപ്രോച്ച് നമുക്ക് ഈ ടൈമിൽ മിക്കവാറും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ചിലപ്പോൾ 4, 5 അല്ലെങ്കിൽ 6, 7 അങ്ങനെ ഒരു വർഷം തരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് ആ ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാം. Then next question. In how many years will a sum of money doubles at 5% compound interest? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ സമ്മ P ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആകണം. A ഈക്വൽ ടു 2P. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ A കണ്ടുപിടിക്കുന്ന ഫോമുല P into 1 plus I the whole raised to n. That means 2P equal to P into 1 plus 0.05 the whole raised to n. So P get cancelled. 1.05 raised to n is equal to 2. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1.05 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ടൈംസ് പവർ ചെയ്താൽ 2 കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് എന്താണ് ഡയറക്റ്റ് അത്രയും അടുത്തടുത്തുള്ള വാല്യൂസ് തന്നിരിക്കുന്നത് 14, 14.1, 14.2, 14.3 വരുന്നതുകൊണ്ട് നമുക്ക് ഇത് ലോഗ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ? ബോത്ത് സൈഡ്സ് ലോഗ് എടുക്കുമ്പോൾ n ലോഗ് 1.05 ഈക്വൽ ടു ലോഗ് 2. സോ 1.05ൻ്റെ ലോഗ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. 1.05 then root 15 times 1, 2, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 minus 1 divided by 0.000070 271. That implies n into 0.0
211,887. Then log 2 into the 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, minus 1 divided 3, 0.000070,271, 0.3010258. Therefore, n divided by 0.0211887. So, 14.2 years. By experience, but sometimes 14.2 തരാതെ അല്ലെങ്കിൽ അത് ചെയ്തെടുത്താണെങ്കിൽ കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യനിൽ 14.2 തരാതെ നമുക്ക് 14.3 തരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ആൻസർ മെമ്മറൈസ് ചെയ്ത് വെക്കരുത്. നമുക്ക് ചെയ്ത് കിട്ടുക. സോ സംടൈംസ് നമുക്ക് 14 ഇൻ ബിറ്റ്വീൻ 14 കഴിഞ്ഞ് ദെൻ 14.3 ദെൻ 15 ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആൻസർ ഒന്നും ചെയ്യാതെ നമുക്ക് 14 15 ഇടയ്ക്കാന്ന് നമുക്ക് മനസ്സിലാകും. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ 14.3 എടുക്കുന്ന ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെയും ചോയ്സ് വരാറുണ്ട്. ഒരു ആൻസർ മെമ്മറൈസ് ചെയ്ത് ആ ഒരു വേ ഓഫ് അപ്രോച്ച് പ്ലസ് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്ന അപ്രോച്ച് ആയിരിക്കണം മെമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ. Export an electronic item for rupees 1,000. What would be the future value of the same item after 2 years if the value is compounded semi-annually at 22% per annum? So single cash flow at future value കണ്ടുപിടിക്കാനായിട്ട് P into 1 plus I by 2 semi-annually and the whole raised to 2t. 1,000 into 1 plus 0.22 divided by 2 years, 2 into 2. So that means 1,000. ഈ സ്റ്റെപ്പൊക്കെ കഴിയുന്നത് ഒഴിവാക്കാൻ നമുക്ക് എക്സാമിന് 1.11 raised to 4. So answer 1.11 into 2 times 3, 4 into 1,000. Right on 1,518.07. Correct, Anna? Then next one, difference between simple and compound interest on a sum of rupees 1,000 for 4 years at the rate of 10% per annum is. നമുക്ക് 2 yearsൻ്റെയും 3 yearsൻ്റെയും ഫോളിൽ നടക്കണം. PI സ്ക്വയറും PI സ്ക്വയർ ഇൻറ്റു I+3 അറിയാം. സോ ഇന്ന് നമ്മളിത് 4 years വരുമ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഇല്ല. നമുക്ക് രണ്ടിൻ്റെയും ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കാം. 10,000 into 1 a compound interest is equal to P into 1 plus I the whole raised to n minus 1. 1.1 raised to 4 minus 1. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 10,000 into 0.10 into 4. So that means 1.1 into equal 2 times 3, 4 minus 1 into 10,000. Then 10,000 into 0.1 into 4, 641. 641 is the right answer. 641. Okay, correct, Anna. Then next one, how much will rupees 50,000 amounts to in 2 years at compound interest if rate is for the successive years are 4% and 5%? ഇത് ഓരോന്നും കണ്ടുപിടിച്ച് സമയം കളയരുത്. നമ്മളിതൊരു കാൽക്കുലേറ്റർ ട്രിക്കിലൂടെ ഒറ്റയടിക്ക് ചെയ്യുക. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്, ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അടുത്ത പീരീഡിലെ, ഇയർ എന്നുള്ള ഒരു ഇത് വരത്തില്ല, അടുത്ത കൺവേർഷൻ പീരീഡിലെ പ്രിൻസിപ്പൽ വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ നേരെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കേസിൽ 25,000 പ്ലസ് കാൽക്കുലേറ്റ് നേരെ 4% പ്ലസ് 5% അടിക്കാം. നമ്മൾ 3 വർഷത്തെ ഒരു കേസ് MTPയിൽ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആൻസറിലേക്ക് എഴുതാം. 25,000 പ്ലസ് 4% പ്ലസ് 5%, റെഡി 27,300. അല്ലാണ്ട് ഓരോന്നും കണ്ടുപിടിച്ച് സമയം കളയരുത്. 27,300, 27,300, 27,300. Okay, അല്ലേ? Then the value of furniture depreciate at 10% year. The present value of the furniture in an office is 21,840. Calculate the value of furniture 3 years ago. 3 years ago. No,
ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്നതാണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ആ ഫിഗർ മാത്രം നോട്ട് ചെയ്യരുത്. ഇപ്പോഴെന്താണ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ 21,870 ഉണ്ട്. 3 വർഷം മുന്നേ ഉള്ള വാല്യൂ, ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏത് ഫോമിൽ എഴുതാം? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ വാല്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു n. 21,870 is equal to c into 1 minus 0.10 the whole raised to 3. So that means 21,870 equal to c into 0.90 the whole raised to 3. നേരെ c കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്ററിൽ 0.9 into equal 2 times 3 times നേരെ m plus ചെയ്യുക. 21,870 divided by mrc equal 30,000. 35 വരുമോ? The effective rate of interest does not depend upon. So effective rate of interest formula എന്താണ്? E is equal to effective rate of interest. E is equal to formula എന്താണ്? effective rate of interest formula എന്താണ്? 1 plus I the whole raised to n minus 1 into 100. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഐ യു എന്നും ചേഞ്ച് ആകും. ഇവിടെ എന്തിൻ്റെ ഇമ്പാക്റ്റേ ഇല്ല, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഇമ്പാക്റ്റ് എന്തില്ല, ഫോർമുല പ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റേറ്റിൽ വരത്തില്ല. ദെയർഫോർ നമ്മൾ തന്നിരിക്കുന്നതിൽ എഫക്റ്റീവ് റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. സോ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്, നൺ ഓഫ് ദീസ്. സോ ആക്ച്വലി എന്തിനകത്താണ്? amount of principal. പ്രിൻസിപ്പലിനെയാണ് അത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തത്. ദ നെക്സ്റ്റ് വൺ PI സ്ക്വയർ ഈക്വൽ ടു 96. ആർ ഈക്വൽ ടു നോർമലി ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാറുള്ളത്. അതായത് ആർ ഇൻ ദ സെൻസ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഐ നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല ഇതാണ്. ബട്ട് സംടൈംസ് ഇങ്ങനെ ആറും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഐ 8% ആണെന്ന് തന്നെയാണ്. സോ ദാറ്റ് മീൻസ് PI സ്ക്വയർ ഈക്വൽ ടു 96. then P into 0.08 square equal to 96. That implies P equal to 0.08 into equal plus 96 divided by MRC equal, right? 15,000 will be the answer. 15,000. Okay. Then next one. A bank pays 6% interest compounded quarterly. What equal deposit have to be made at the end of each quarter for 3 years if you want to have rupees 1,500 at the end of 3 years? 1,500 എന്നാണ് വേണ്ടത് at the end of 3 years. അതിനായിട്ട് ഒറ്റ തവണയാണോ? അല്ല, എല്ലാ ക്വാർട്ടറിൻ്റെ എൻഡിലും നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ എങ്ങനെ എഴുതാം? F is equal to A into 1 plus I the whole raised to n minus 1 divided by I. 1,500 is equal to A into 1 point. നമുക്ക് 6% per annum quarterly ആകുമ്പോഴത്തേക്കും 1 plus I 0.06 divided by 4. 0.06 divided by 4, 0.015. So 1.015 raised to n എത്ര വരും? 3 ഇയേഴ്സിലാണ്, ഒരു വർഷം 4 ക്വാർട്ടർ ഉണ്ട്. 3 into 4 12 minus 1. സോ എ കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരിക. 1.015 into equal 2 times 3 4 5 6 7 8 9 10 11 12 minus 1 കണ്ടുപിടിക്കുക. m plus 1,500 divided by MRC equal. Ready? .015.
115.0199 നമ്മുടെ ചോദിച്ച ഏറ്റവും അടുത്ത് വരുന്നത് 115.01 115.01. Then next question. Find the present value of an annuity which pays 200 at the end of each 3 months for 10 years, assuming money to be worth at 5% converted quarterly. So present value 3 months. So that means quarterly ആണ് present value of annuity regular. Present value of annuity regular എന്ന് പറയാം V is equal to A into PNI. V കണ്ടുപിടിക്കണം 200 into P. N എത്രയാണ് 40 ആണ് 10 ഇയേഴ്സിലേക്ക് 3 months. That means 4 quarter ഉണ്ട് ഒരു വർഷത്തിൽ 40. Then rate 5%. So I എത്ര വരും 0.05 divided by 4. 0.05 divided by 4. 0.0125. 0.0125. So നേരെ നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം 200 into 1 divided by 1.0125 equal to 40 times GT. 1 divided by 1.0125, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 21, 22. Then GT into 30, 6,265.38. 6,265.38. Choice C. It will answer then. Next one. Mr. X borrows rupees 50,000 to buy a house. If he pays equal installments for 20 years at 10% interest, outstanding balance, what will be the equal annual installments? That means borrow. That means in the application present value is equal installments. Annuity regular. So present value of annuity regular V is equal to A into PNI. Formula. So 5 lakhs ആണ് നമ്മൾ ലോൺ എടുത്തത്. പ്രസന്റ് വാല്യൂ ഇന്ന് കിട്ടി A into P. N എത്രയാണ് 20, I എത്രയാണ് 0.10. So that implies 5 lakhs is equal to A into 1 divided by 1.10. 1.10 equal to 20 times GT. So A കണ്ടുപിടിക്കാം 1 divided by 1.1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 18, 19, 20. Then GT plus 5 lakh divided by MRC equal 58,729.812. Choice later 58,729.84. 58,729.84. Okay. Then next one. A company establishes a sinking fund. Sinking fund means future value. Provide payment for 2 lakh debt maturing in 20 years. Contribution to the fund are to be made at the end of every year. That means future value of annuity regular. 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 Okay, is equal to A into 1 plus I the whole raised to n minus 1 divided by I. So future value 2 lakhs ആണ് A into 1.05 raised to 20 minus 1 divided by 0.05. That implies A കണ്ടുപിടിക്കണം 1.05 into 2 times 12, 13, 14, 15, 16, 17, 18, 19, 20. Minus 1 divided by 0.05 equal to M plus 2 lakh divided by MRC equal 6,048.51. That means 6,049. Choice to another 6,049. Okay. Get the answer? There.
Suppose your mom decided to gift you rupees 10,000 every year starting from today. No, every year starting from today. That means it is annuity due. Annuity due. For the next 16 years. അതായത് നമ്മുടെ ക്ലാസ്സിലെ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നെക്സ്റ്റ് 15 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 16 ഇയേഴ്സ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. You deposit bank as and when you receive and get 8.5% interest compounded annually. That means total 16. നമുക്ക് എന്താണ് ആ കോൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് എന്ത് തന്നിരിക്കുകയാണ്? PNI ഡയറക്ട്ലി ഗീവൺ ആണ്. സോ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഫോർമുല എങ്ങനെ എടുക്കാം? V is equal to A into Pn minus 1 I plus 1. So that means V equal to ഇവിടെ A 10,000 ആണ് into Pn 16 ആണ് I 0.085 ആണ്. So 15 then 0.085 plus 1. So ഇത് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. ഈ വാല്യൂ നേരെ ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ ചെയ്യുക, ആൻസറിലേക്ക് വരിക. സോ 8.304236 plus 1 into 10,000 93,042.36 93,042 choice C. Correct ആണ്, choice C. Then next one. So 26 വരെയാണ് നമുക്ക് എന്താണ് 4th ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. Then 5th chapter. The number of triangles that can be formed by choosing vertices of 12 points, 7 of which lie on the same straight line. That means 12 points ഉണ്ട്. അതിൽ 7 എണ്ണം എന്താണ്? 7 എണ്ണം എന്താണ്? കൊളീനിയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു ട്രയാങ്കിൾ ആണ്. Therefore 12C3 minus 7C3. Okay, എങ്ങനെ എഴുതാം? 12 factorial divided by 9 factorial into 3 factorial minus 7 factorial divided by 4 factorial into 3 factorial. 220 വരും ഇത്, minus 35 185 185 185. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനും വരും. സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ എക്സാമിനും ഉണ്ടാവും. എ ബോയ് ഹാസ് 3 ലൈബ്രറി ടിക്കറ്റ്സ്. ഇതും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. Tickets and 8 books in his interest in the library, of which 8 he does not want to borrow mathematics part 2 unless mathematics part 1 also borrowed. In how many ways can he choose the books to be borrowed? So first mathematics M2 borrowed. So that means M1, that implies M1 also borrowed. Okay, 3 ടിക്കറ്റ്സ് ആണുള്ളത്. ദാറ്റ് മീൻസ് 2 ടിക്കറ്റ് യൂസ് ചെയ്ത് മാത്തമാറ്റിക്സ് പാർട്ട് 1ഉം 2ഉം മസ്റ്റായിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അതെന്തോരും 2C2. ദാറ്റ് മീൻസ് ഒറ്റ രീതിയിലേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് മീൻസ് ഇൻറ്റു ദെൻ റിമൈനിങ് എത്രയാണ്? 6 ബുക്സ് ഉണ്ട്. 6 ബുക്സ് ഉണ്ട്. ഒരു ലൈബ്രറി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. മാത്സ് പാർട്ട് 1ഉം പാർട്ട് 2ഉം 2 ടിക്കറ്റ് കൊടുത്ത് വാങ്ങിച്ചു. മസ്റ്റായിട്ട് എടുത്തേ പറ്റുള്ളൂ. നമ്മുടെ കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഫിക്സ് ചെയ്തു. ദെൻ റിമൈനിങ് 6ൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് 1 into 6 equal to 6. ദെൻ ഇതാണ് ഒരു കേസ് 1, ഒരു രീതി. ഓർ സെക്കൻഡ് മെത്തേഡ് എന്താണ്? പാർട്ട് 2 വേണ്ട, M2 വേണ്ട. സോ ദാറ്റ് മീൻസ് M2 വേണ്ട എങ്കിൽ എന്താണ്? 8 ബുക്കിൽ ഒരെണ്ണം മാത്രം ഒഴിവായി. 8 ബുക്കിൽ ഒരെണ്ണം മാത്രം ഒഴിവായി. സോ ദാറ്റ് മീൻസ് 8 ബുക്കിൽ നിന്ന് ഒരെണ്ണം മാത്രം ഒഴിവായി. ദാറ്റ് മീൻസ് പാർട്ട് 2 മാത്രം. ദാറ്റ് മീൻസ് പാർട്ട് 1 എടുക്കാം. സോ ഔട്ട് ഓഫ് 7 ബുക്സ് നമുക്ക് എന്താണ്? 3 ടിക്കറ്റ്സ് ഉണ്ട്. 7C3 എത്രയാണ്? 7 factorial divided by 4 factorial into 3 factorial. എങ്കിൽ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടാണ്. 7C3 എത്രയാണ്? 35 ആണ്. സോ 6 plus 35 41 ആണ്, 61 അല്ല. ക്ലിയർ ആണോ? അല്ലേ?
Okay, then next question. An examination paper consists of 12 questions divided in 2 parts. So 12 questions ഉണ്ടായിരുന്നു, 2 പാർട്ടായിട്ട് എടുത്തു, എയും ബിയും. പാർട്ട് എയിൽ 7 question, പാർട്ട് ബിയിൽ 5 questions. A candidate is required to attempt 8 questions, selecting at least 3 from each part. So 8 questions അറ്റൻഡ് ചെയ്യണം. ഒരു കണ്ടീഷണൽ റെസ്ട്രിക്ഷൻ എന്താണ്? ഒരു പാർട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 3 മൂന്നെണ്ണെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് 3 ഇവിടുന്ന് എയിൽ നിന്ന് 3 ആണെങ്കിൽ ഇവിടെ 5 എടുക്കാം. ദെൻ ഇവിടെ 4 അടുത്ത എത്രയാണ്? ഇവിടെ 5 ആണെങ്കിൽ 3. ദെൻ 6 2 പറ്റില്ല, ബിക്കോസ് ഒരു പാർട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മിനിമം 3. ഇത് നമുക്ക് എങ്ങനെ കോമ്പിനേഷൻ നൊട്ടേഷനിൽ എഴുതാം? 7C3 into 5C5, or that means plus 7C4 into 5C4, then 7C5 into 5C3. 7C3 നമ്മളിപ്പോൾ 2 തവണ ചെയ്തു, 35 ആണ്. 5C5 1 ആണ്, 35 പ്ലസ് 7C4 7C3 തന്നെയാണ്, 35. 5C4 5C1 ആണ്, 5 175 പ്ലസ് 7C5 35 ആണ്, 7C3 ആണ് 35. 7C5 എന്ന് പറഞ്ഞാൽ 7C2 ആണ്. 7C2 നമുക്ക് 21 വരും, ഇൻറ്റു 5C3 എന്ന് പറയുന്നത് 5C2 തന്നെയാണ്, 10 ആണ്. സോ ദാറ്റ് മീൻസ് 210. ആഡ് ചെയ്യുമ്പോൾ 210 പ്ലസ് 210 420. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ളതാണ്, 420. Then next one, how many ways can we arrange letters of the word failure to be arranged so that consonants may occupy odd positions only? FAILURE. എപ്പോഴും വേർഡ് പ്രോബ്ലം, ലെറ്റർ പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ന് പറയില്ല, എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? എലയ്ക്കായിട്ടുള്ള ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ? ഫെയിലിയറിലൊന്നുമില്ല. ഫെയിലിയറിൽ എത്ര ലെറ്റേഴ്സ്? 1 2 3 4 5 6 7. ദാറ്റ് മീൻസ് 4 odd place, 3 even place. 4 odd place and 3 even place. 4 odd place and 3 even place. Then നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അറേഞ്ച് സോ ദാറ്റ് കൺസണൻസ് ഓക്യുപ്പൈ ഓഡ് പ്ലേസ്. സോ എത്ര കൺസണൻസ് ഉണ്ട്? FLR. 3 കൺസണൻസ്, 4 ഓഡ് പ്ലേസ്. എത്രയിൽ ഫില്ലപ്പ് ചെയ്യാം? 4P3. ആൻഡ് റിമൈനിങ് 4 പൊസിഷൻ 4 വോവൽസ് എത്രയിൽ പറ്റും? 4P4. ദാറ്റ് മീൻസ് 4P3യും 4P4ഉം എല്ലാം എന്ത് തന്നെയാണ്? 24 ആണ്. 24 into 24 576. 576. Then next one. In how many ways can a party of 4 men and 4 women be seated at a circular table so that no 2 women are adjacent? So circular ആദ്യം മെന്നിനെ അറേഞ്ച് ചെയ്യും. 1 2 3 4 men നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ പറ്റും. ദെൻ 4 മെന്നിനെ അറേഞ്ച് ചെയ്താൽ 4 പൊസിഷൻ അവൈലബിൾ ആകും. അവിടോട്ട് 4 വുമണിനെ നമുക്ക് 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. 4. So that means 3 factorial 6 into 4 factorial 24 to 144. Then next one. സോ ഇവിടെ നമ്മളൊരു ഷോർട്ട് കട്ട് ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 12 സ്റ്റെപ്പോളം 12ൽ കൂടുതൽ ലെങ്തി സ്റ്റെപ്പുകൾ വരും. സോ 0.5 നമുക്ക് എന്തായിരുന്നു? 0.x പ്ലസ് 0.xx പ്ലസ് 0.xxx പ്ലസ് എക്സെട്ര n ടേംസ് ആയിരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല x/81 ഇൻറ്റു ബ്രാക്കറ്റ് 9n - 1 പ്ലസ് 10 raised to minus n. 10 raised to minus n. Okay, but ഇവിടെ നമുക്കത് x. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? 0.5 പ്ലസ് 0.55 പ്ലസ് 0.555 പ്ലസ് എക്സെട്ര n ടേംസ്. നമുക്ക് എങ്ങനെ എഴുതാം? 5 ഡിവൈഡഡ് ബൈ 81
into 9n minus 1 plus, so ഇതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്, 10 raised to minus 1 the whole raised to n എന്ന് എഴുതുകയാണ്. So that implies 5 divided by 81 minus 9n minus 1 plus 1 by 10 the whole raised to n. കിട്ടുന്ന ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി 5/81 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/81. So 5/81 into 9n minus 5/81 plus 5/81 into 0.1 raised to n. So നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 വരും 5n divided by 9. Then നോക്കാം ഏത് സ്യൂട്ട് ആവുന്നു. ചോയ്സ് ബിയിലെ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് മൈനസ് ആണ് ഇവിടെ വരേണ്ടത്. എനിക്ക് തന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പിങ്ങിൽ വന്ന എററാണിത്. സോ മൈനസ് ഓഫ് 5/81 എടുത്തു കഴിഞ്ഞാൽ വിച്ച് വരും 1, then minus 0.1 the whole raised to n. മൈനസ് പുറത്തേക്ക് എടുത്തു. ദാറ്റ് മീൻസ് ആൻസർ ചോയ്സ് ബി. നമുക്ക് നമ്മുടെ ഫോർമുല യൂസ് ചെയ്ത്, അതർവൈസ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ മീൻസ് 10, 12, 15 അതിൽ കൂടുതൽ വലിയ ലെങ്തി സ്റ്റെപ്പുകൾ വരും. എക്സാമിന് അങ്ങനെ ചെയ്യരുത്. നമ്മൾ റെഗുലർ ബാച്ചിൽ പറഞ്ഞിട്ടുണ്ട്, യൂസ് ഷോർട്ട് കട്ട് ഫോർമുല. ദെൻ നെക്സ്റ്റ് വൺ 3 ടേംസ് വന്നിരിക്കുന്നു എ പിയിലാണ്. സോ മിഡിൽ ടേം ഒബ്വിയസ്ലി 3x എന്തായിരിക്കും, ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും എ പി ഇതായിരിക്കും, അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. എക്സ് പ്ലസ് 1 4x plus 2 divided by 2. So that implies 3x equal to 5x plus 3 divided by 2. Cross multiplyable 6x equal to 5x plus 3. That implies x is equal to, ആ സ്റ്റെപ്പ് എഴുതിയില്ല, 5x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും. ദാറ്റ് മീൻസ് 6x minus 5x, x equal to 3. x is equal to 3. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫോർമുല നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫോർമുല പഠിക്കുക. അതർവൈസ് നമുക്ക് നോർമലി എക്സാമിന് ഒരു കാരണവശാലും നോർമൽ മെത്തേഡിൽ ആദ്യം ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് ഫോർമുല അറിയാമെങ്കിൽ ഡെസിമൽ ഇല്ലാത്ത നമ്മുടെ മറ്റേ നോർമൽ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാതെയും തരും ചിലപ്പോൾ ചോയ്സ്. നമുക്ക് നേരെ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫോർമുല ആസ് ഇറ്റ് ഈസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്കാതെ എടുക്കാം. ഓക്കെ, ദെൻ ദ ഫോർത്ത് ടേം ഓഫ് എ പി ഈസ് 3 times. ഫോർത്ത് ടേം ഓഫ് എ പി നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് 3d equal to 3 times the first, that means 3a. That means 3d equal to 2a. And the seventh term, a plus 6d, exceeds twice the third term by 1. 2 into a plus 2d plus 1. a plus 6d equal to 2a plus 4d plus 1. So that means നമുക്ക് എഴുതാം 2d equal to a plus 1. നമുക്ക് എയും ഡിയും ചോയ്സ് തന്നിട്ടുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ചോയ്സ് മെത്തേഡിൽ എയ്ക്ക് 3 ഇട്ട് കൊടുത്ത് നോക്കുക, ഡിക്ക് 2 ഇട്ട് കൊടുത്ത് നോക്കിയേ. എയ്ക്ക് 3 ഇട്ട് കൊടുക്കുമ്പോൾ 2 into 3 6 ആണ്, 3 into 2 6 ആണ്. ഓക്കെ, ഇവിടെ എയ്ക്ക് 3 ഇട്ട് കൊടുത്ത് 3 plus 1 4 ആണ്, 2 into 2 4 ആണ്. Therefore answer a equal to 3, d equal to 2. a equal to 3, d equal to 2. ഓപ്ഷൻ നമുക്ക് നമ്മൾ പഠിച്ച ഫോർമാറ്റിൽ തരുന്ന രീതിയിലും ചോയ്സ് വന്നിട്ടുണ്ട്. സംടൈംസ് ഇതേപോലെ ഒന്നുകൂടെ ഒരു സിംപ്ലിഫിക്കേഷൻ കയറി വരും. ബെറ്റർ നമുക്ക് ആദ്യം അത് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ വരുന്ന സെനാരിയോയിൽ നമുക്കത് എപ്പോഴും ചോദിക്കുന്നതല്ല, ബട്ട് സംടൈംസ് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. Then there are 40 students. 30 of them passed in English, 25 of them passed in maths, 15 of them passed in both. Okay.
assuming that every student passed in any one of subject, how much students can English only? So നേരെ English, maths. So രണ്ടിനും English and രണ്ടിനും പാസ്സായവർ 15 students passed in English. That means remaining 15 for the 25 divided 10. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? How many students passed in English only? So ഈ ഒരു ഏരിയയിലെ ഇംഗ്ലീഷിന് മാത്രം പാസ്സായവർ ഇതൊരു ആൻസർ 15. Then next one, A equal to 1, set 1 2 3, B equal to 1 2 4, C equal to 1 2 3 5, A minus C cross B. So A minus C, A minus C, that means A ലും B ലും A ലും C ലും കോമൺ ആയിട്ടുണ്ടോ? 1 3 5. So that means നമുക്ക് എത്ര വരും? A minus C എന്ന് പറയുന്നത് 2 4 ആണ്. B also 2 4 ആണ്. A minus C cross B, ഇതൊരു നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ. ഫസ്റ്റ് എലമെന്റ് എവിടെ നിന്നായിരിക്കണം? A minus C യിൽ നിന്നായിരിക്കണം. സെക്കൻഡ് എലമെന്റ് B യിൽ നിന്നായിരിക്കണം. 2 2 2 4 4 2 4 4 4 2 4 4. So choice D. D is the right answer. Then next one, A equal to 1 2 3 relation. R is equal to 1 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. റിഫ്ലക്സീവ് ആണ് 2 3 ഉണ്ട്, 3 2 ഇല്ല, ഉണ്ട് സിമെട്രിക് അല്ല. 2 1 2 2 3 1 2 ഉണ്ട്, 2 3 ഉണ്ട്, then 1 3 ഇല്ല, അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. എന്ത് മാത്രമാണ്? റിഫ്ലക്സീവ് മാത്രമാണ്. ഓക്കെ, then next one, the cost of a function x, commodity given, CEO cost of x 2x cube minus 15x square plus 36x plus 15. The cost will be minimum. So minimum കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് കോസ്റ്റ് c dash x ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 6x square minus 30x plus 36. Then c dash x എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? 0 ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. That implies 6x square minus 30x plus 36 equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 6 കൊണ്ട് ഡിവൈഡ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? x square minus 5x plus 6 equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. 1 into 6 6 ആണ്. രണ്ട് നമ്പേഴ്സ് വേണം. പ്രോഡക്റ്റ് പ്ലസ് 6ഉം സമ്മ് -5 വേണം. -3 -2. ദെൻ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ +3 +2. സോ 3ഉം 2 ആണ്. ദെൻ നമുക്ക് നേരെ ഫസ്റ്റ് മിനിമം കണ്ടുപിടിക്കാനായിട്ട് c ഡബിൾ ഡാഷ് എക്സ് 6x സ്ക്വയർ എങ്ങനെ വരും? 12x minus 30x 12x minus 30. സോ ഇതിനകത്തേക്ക് എക്സിന് 3 കൊടുത്താൽ 36 minus 30 equal to 6 greater than 0 ആണ്. ദാറ്റ് മീൻസ് മിനിമം വരുന്നത് x equal to 3 ആകുമ്പോഴാണ്. എക്സിന് 3 വരുമ്പോഴാണ് മിനിമം വാല്യൂ വരുന്നത്. സോ ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മൾ ഇക്വേഷൻ ചാപ്റ്ററിൽ ചെയ്തതാണ്. സെല്ലർ മേക്സ് ആൻ ഓഫർ സെല്ലിംഗ് ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ x is equal to 25 minus 2y. എക്സ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. y ഡിനോട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഒരു ലോട്ടിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ എക്സ്. സെല്ലിംഗ് പ്രൈസ് ഒരിക്കലും കോസ്റ്റ് പ്രൈസിൽ താഴെ വരില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസിലേക്ക് പോകും. ദ മാക്സിമം ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ഇൻ എ സിംഗിൾ ഡീൽ ടു അവോയ്ഡ് ലോസ്. സോ നമുക്ക് മിനിമം 10 എങ്കിലും വേണമെന്ന് എടുക്കാം. സെല്ലിംഗ് പ്രൈസ് മിനിമം 10 എങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ വരത്തുള്ളൂ. 25 minus 2y equal to 15. ദാറ്റ് ഇംപ്ലൈസ് y equal to 7.5. ബട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇത് 7.5നെ 8ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ y 8 എടുത്താലുള്ള പ്രശ്നം എന്താണ്? x equal to 25 minus 2y. ദാറ്റ് ഇംപ്ലൈസ് 25 minus 2 into 8. 25 minus 16 9 എന്ന് വരും. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ താഴെ സെല്ലിംഗ് പ്രൈസ് വരത്തുള്ളൂ.
ലോസിലേക്ക് പോകും. ദെയർഫോർ നമുക്ക് എന്താണ് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യത്തില്ല, താഴേക്ക്. സോ y ഈസ് ഈക്വൽ ടു എത്രയാണ് 7 യൂണിറ്റ്സ് ആണ്, 7 യൂണിറ്റ്സ്. ദെൻ ആസിലെ ബിസിനസ് മാത്തമാറ്റിക്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് എക്സ് ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. സോ നമുക്ക് എന്താണ് ഹൈലൈറ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓൾജിബ്രൈക് ഫംഗ്ഷൻ, ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഈ ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. ഓർഡർ കറക്റ്റ് ആണ് ഫസ്റ്റ് ഫംഗ്ഷനും. ദെൻ ഫോമുല എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ആണ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന് ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് അതിൻ്റെ ഇന്റഗ്രൽ. സോ ദാറ്റ് മീൻസ് എക്സ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രൽ അഗൈൻ എന്തെങ്കിലും വരും ഇ റൈസ് ടു എക്സ് പ്ലസ് സി. സോ രണ്ടിൽ ഇ റൈസ് ടു എക്സ് കോമൺ ഉണ്ട്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് സി. ചോയ്സ് എ, ചോയ്സ് എ, ചോയ്സ് എ. സോ ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ വരുന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലോജിക്കൽ റീസണിങ്ങിലെ 20 ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ഓഡ് മാൻ ഔട്ട് ഫ്രം ദ ഔട്ട് ഓഫ് ദ ഫോളോയിങ്, ഓഡ് മാൻ ഔട്ട് ഓഫ് ദ ഫോളോയിങ്. സോ ഇതിനകത്ത് ഏതാണ് ഓഡ് മാൻ? എയും ബിയും എല്ലാം ഈ ഓഡ് നമ്പർ ആണ്, ഒരെണ്ണം എന്താണ് ഈവൻ നമ്പർ ആണ്. ദെയർഫോർ ഓഡ് മാൻ ഔട്ട് നമുക്ക് എന്തെടുക്കാം 552. 729 ആണോ ഓഡ് മാൻ ഔട്ട്? ബാക്കി എല്ലാം ഓഡ് നമ്പേഴ്സ് അല്ലേ, ഓക്കെ അല്ലേ? ദെൻ ടീച്ചർ ഈസ് റിട്ടൺ ആസ്, ടീച്ചർ നമുക്ക് എപ്പോഴും കോഡിങ് ഡീകോഡിങ് ചെയ്യാനായിട്ട് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം 1 2 3 4 5 6 7 8 9 10 11 12 13. Then M N O P Q R S T U V W X Y Z. 14 15. സോ ഇവിടെ നമുക്ക് നോട്ട് ചെയ്തു. ദെൻ ടീച്ചർ TEACHER, ടീച്ചർ എങ്ങനെയായിരുന്നു? VGCE JGT. സോ TUV T20 ആണെങ്കിൽ V പ്ലസ് 2 ആണ് വരുന്നത്. അതേപോലെ EFG പ്ലസ് 2 ആണ്, ABCCDE പ്ലസ് 2 എല്ലാം പ്ലസ് 2ൻ്റെ കൂടുതലാണ് വരുന്നത്. Therefore how is children written in that code? Children CHILDREN. C നമുക്ക് 3 ആണ്. ദെൻ എന്തൊരു E വരും, 2 ആഡ് ചെയ്യുമ്പോൾ E. ദെൻ HIJ EJI കഴിഞ്ഞു കഴിഞ്ഞാൽ K EJK N. ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇത്രയും വേണ്ട EJK വരെ രണ്ടും സെയിം ആണ്. സോ നമുക്ക് ലാസ്റ്റ് ടേമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ ട്രിക്ക്. എന്നിനെ കറസ്പോണ്ടിങ് ആയിട്ട് N കഴിഞ്ഞാൽ എന്താ വരുന്നത്? 2 എണ്ണം കഴിഞ്ഞാൽ MNOP. സോ നമുക്ക് EJK ദെൻ P വരുന്ന ഫസ്റ്റും ലാസ്റ്റും ഉണ്ട്. EJK വരുന്ന A ആണോ D ആണോ നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ EJK NF N ആണ്, DEF. സോ ഒബിയസ്ലി ഇത്രയും കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലായി ചോയ്സ് D ആണ് ആൻസർ വരുന്നത്. ദെൻ റിമൈനിങ് ഉണ്ട്, ഇത്ര മതി എക്സാമിന്. ബട്ട് റിമൈനിങ് കൂടെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. QRSTEFG. ഓക്കെ, സോ ഇങ്ങനെ വേണം നമുക്ക് ആ ടൈം ലിമിറ്റിൽ ചെയ്യാനായിട്ട്. ഒരേപോലുള്ളത് എന്തൊക്കെ ഒഴിവാക്കാം, ആദ്യത്തേതോ 1 2 എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ ഒഴിവാക്കാം. ദെൻ അതേപോലുള്ള വരുന്നതിൽ ഏറ്റവും ഏതാണ് ടേം വ്യത്യാസമായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക.
Then health is written as health, HEALTH, GSKZDG. And how will north will be written in this language, in this code? NORTH. സോ നോക്കുകയാണെങ്കിൽ HGEFGH ഒന്ന് കുറവാണ്, ബട്ട് ഈ എടുത്തു കഴിഞ്ഞാൽ എസ്. ബട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കണ്ട, ഇത് നേരെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് GH-1 1ൻ്റെ കുറവ്. ദെൻ ടിയിൽ നിന്ന് 1ൻ്റെ കുറവ് എസ്. ദെൻ JKL K 1ൻ്റെ കുറവ്. ദെൻ AZ ABCDE then HG. So that means എന്താണ്, റിവേഴ്സ് ഓർഡറിൽ എടുക്കണം, റിവേഴ്സ് ഓർഡറിൽ വരണം, അതിനെക്കാട്ടിലും ഒന്ന് കുറവ് താഴെ. സോ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവേഴ്സ് ഓർഡറിൽ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും? ജി വരും. ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് വരും. ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് GS വരുന്ന ഒറ്റ ഇതേ ഉള്ളൂ, QR. then NO എന്ന് കഴിഞ്ഞാൽ M. ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. റിവേഴ്സ് ഓർഡറിൽ വന്നിട്ട് ഒന്ന് കുറവ്. Then next one, honey is coded as HONEY. honey is coded as JQPGA. honey is coded as. സോ ഇവിടെ +2 ആണ്, ഇവിടെയും +2 ആണ്, FG +2, YZA. then which word is coded as? നമുക്ക് കോഡ് കണ്ടുപിടിക്കണം. VCTIGVU. which word is coded as? സോ വിയെക്കാട്ടിലും 2 കുറവ്. then സിയെക്കാട്ടിലും 2 കുറവ് A. നോക്കുക, TA തുടങ്ങുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. സോ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുക്കുന്നത് കളർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ TA വന്നു. ദെൻ നമുക്ക് എന്താണ് നേരെ ആൻസർ? TAGTE. TA വരുന്ന ഒറ്റ ചോയ്സ്, വേറെ ഒറ്റ ചോയ്സ് ഇല്ല. മുഴുവൻ ചെയ്ത് സമയം കളയരുത്, നേരെ ആൻസറിലേക്ക് വരിക. Then next one, which one of the following is odd one? CEHL. so CDE EFGH +3, IJKL +4. The first term ഇവിടെ 2 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം, +3 ആണ് തേർഡ് ടേം, +4 ആണ് ഫോർത്ത് ടേം. then KMPT. so +2 ആണ്, +3 ആണ്, +4 ആണ്. then OQTS +2 ആണ്, RST +3 ആണ്, UV X ആണ്, +4 വരും. then obviously D ആയിരിക്കും. എങ്കിലും ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. NPSV, NOP, PQRS, TUV. ഇവിടെ +3 തന്നെ വീണ്ടും വന്നു. സോ ദാറ്റ് മീൻസ് ഓഡ് മാൻ ഔട്ട് ഏതാണ്? NPSV. then next one, Sweta moved a distance of 75 meters towards the north. 75 meters. So ഇവിടുന്ന് തുടങ്ങി 75
meter towards north. And she then turned left and walked 25. So left leg ആകുമ്പോഴത്തേക്കും 25 meter and turned left again. Turned left again and walked 80 meters. Finally, she turned to the right. She turned to the right at an angle of 45 degrees. ഇവിടെ നോർത്ത് സൗത്തിലേക്കാണ് റൈറ്റ് വരുമ്പോൾ എങ്ങനെ നിൽക്കുകയാണ് നമുക്ക് നോക്കിയാൽ അറിയാം. സോ ഇത് 90 ആണ്, ഇങ്ങനെ ഒരു ഇത് വരും. സോ 45 degrees. In which direction are she moving finally? സോ ഇത് ഏത് ഡയറക്ഷനിലാണ് ഫൈനലി മൂവ് ചെയ്യുന്നത്? സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ എന്താ പറയാം, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഫൈനലി മൂവ് ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. Okay, then next one. A man is facing east. Then he turned left. So ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നതാണ്. Then ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. That means നോർത്തിലേക്ക് വന്നു. And meter 10 meters. 10. Then turn right. നോർത്തിലേക്ക് റൈറ്റ്. That means 5 meters. And goes 5 meters to south. 5 meters. And from there 5 meters west. So ഇങ്ങോട്ട് 5 meters. In which direction is he from his original place? So original place ഇതാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് ഡയറക്ഷനിലാണ്. നോർത്ത്. Then next one. So Rahim ഒരു പോയിന്റ് എക്സിൽ നിന്ന് 5 kilometers east. 5. Then turned left and walked 2 kilometers. 2. And again turned left, walked 7 kilometers. 5. 7 വരും. In which direction is he from the point X? So obviously ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് direction. Then next one. S leaves from home. She walks 30 kilometers northwest direction. ഹോം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 30 kilometers northwest. 30 north direction and 30 in southwest direction. That means ഈ പോയിന്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് 30. നെക്സ്റ്റ് ഈ 30 സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പൊസിഷൻ വരും 30. ഫൈനലി ഷീ ടേൺസ് ടുവേർഡ്സ് ഹെർ ഹൗസ്. സോ ഫൈനലി എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. സോ ദാറ്റ് മീൻസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്? നോർത്ത് ഈസ്റ്റ്. ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. Then next one. A person facing towards north. He moves 70 degrees clockwise direction. Again he moves 300 degrees clockwise direction. That means total അതായത് ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 70 പ്ലസ് ദെൻ 30. ദാറ്റ് മീൻസ് 370 ഡിഗ്രീസ് വരും ടോട്ടലി. ഇവിടം വരെ വരികയാണെങ്കിൽ ഇത് 90, 270, 360 ഡിഗ്രീസ് ആണ് ഒരു ഫുൾ കറക്കം. ദെൻ മൊത്തം 370 എന്ന് പറയുമ്പോൾ ഒരു 10 എക്സ്ട്രാ വരും. ദാറ്റ് മീൻസ് ഈ ഒരു പൊസിഷനിൽ വരും.
That means അത് ഏത് direction ആണ്? North east. Again answer north east. Okay. Then next one. 8 leaders P, Q, R, S, T, U, V were sitting on a bench facing towards north. 1, 2, 3, 4, 5, 6, 7, 8. Facing towards north ആണ്. T is to the fourth to the left of P. T is to the fourth to the left of P. So P 1, 2, 3, then T വരും. S is to the fourth right of W. Okay. S is to the fourth right of W. So W വന്നിട്ടുണ്ട് 1, 2, 3, then S. U and R not sitting at the ends, but they are neighbor of T and Q. They are neighbor of T and Q. T and Q. U and V. U and R are not sitting at the end, but they are neighbor of T and Q. P is next right of W, but to the left of Q. T is next right of T is next right of P is next right of W. P, W and left of Q, but left of Q. So ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. P ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ T, then W ഇട്ട് കഴിഞ്ഞാൽ yes, then S is over W, yes. U and R are not sitting at the ends. U, R. Then P, Q, R, S, T, U, V കൂടെ. Who is sitting at the extreme ends? Who is sitting at the extreme ends? So 8 leaders P, Q, R, S, T, U, V and W are sitting on a bench facing north. Then നമ്മൾ നോർത്ത് ആണ്. T is to the fourth or left of P. Pയുടെ ഫോർത്ത് ലെഫ്റ്റിലാണ് T, നമ്മളത് എടുത്തു. Then S is to the fourth right of W. Then Pയും Qയും Uവും Rഉം എന്താണ് എൻഡിലല്ല വരുന്നത്. Tയുടെയും Sൻ്റെയും Tയുടെയും Qവിൻ്റെയും നെയ്ബറാണ്. P is next to the right of W എടുത്തു. Then Tയുടെ U വരണം, എക്സ്ട്രീം വരത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. Then U ഇവിടെയും വരും, R ഇവിടെയും വരും. Then മിച്ചം എന്താണ്? V മാത്രമേ ഉള്ളൂ. സോ എക്സ്ട്രീം എൻഡ്സിൽ വരുന്ന എന്തൊക്കെയാണ്? Tയും Sഉം ആണ്. T and S are sitting at the extreme ends. T and S are the sitting at the extreme ends. നേരെ ഫിഗർ വരച്ചിടുക. ദെൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാവുന്ന മാർക്ക് ചെയ്യുക. ദെൻ റിമൈനിങ് നമ്മൾ ഇതേപോലെ എത്ര എണ്ണം ഗ്യാപ്പ് ഉണ്ട് ആ രീതിയിൽ വേറെ വരച്ചിട്ട് ആ ഫിഗറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താണ് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, 6 flats on a floor in 2 rows facing north and south. North and south. Okay. So north വരുന്നത് സൗത്ത് വരുന്നത് എങ്ങനെ എടുക്കുകയാണ്? Q gets a north facing flat and is not next to S. Q ഇവിടെ ആണെങ്കിൽ അടുത്തത് നോട്ട് നെക്സ്റ്റ് ടു S, അതായത് S ഇവിടെ എടുക്കാം. S and U are diagonally opposite. That means ഇവിടെ വരും U. R, next to U, R.
gets a south facing flat and T gets a north facing. T ഇവിടെ വന്നു. Then ഇനി എന്തുകൂടെ ഉള്ളൂ? P, Q, R, S, T. P കൂടെ ഉള്ളൂ മിച്ച്. Then the flats of which the other pairs other than SU are diagonally opposite. Diagonally opposite വരുന്നത് എന്താണ്? QP. Diagonally opposite വരുന്നത് QP. Then അടുത്ത question എന്താണ്? Which of the following combination gets south facing flat? URP. URP ആണ് south facing flat കിട്ടുന്നത്. URP. Then next one. A, B, C, D, E, F are sitting on a round table. One, two, three, four, five, six. 1, 2, 3, 4, 5, 6. A is between E and F. So I will do E, F. Then E is opposite to D, comma, and C is not in either of neighbor of E. So C is not in either of the neighbor of E. That means ഇവിടെ C ഈ പൊസിഷനിൽ വന്നാൽ then എന്താണ് A B കൂടെ ഉള്ളൂ. Then who is opposite to B? നേരത്തെ കിട്ടി. രണ്ടാമതൊരു ഫിഗറിന് ആവശ്യം വന്നില്ല. F. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. F. Then A, B, C, D, D and E are sitting in a row. A is to the right of B. A is to the right of B. So B യുടെ റൈറ്റ് സൈഡിലാണ് ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ഓഫ് A. A is to the right of B and E is to the left of B. E is to the left of B. But to the right of C. E എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് സൈഡിലാണ്. A is to the left of D. 1, 2, 3, 4, 5 5 boys അല്ലേ ഉള്ളൂ. നേരെ നമുക്ക് വേണ്ട അറേഞ്ച്മെന്റ് കിട്ടി. Who is second from the left end? Who is second from the left end? So left endൽ നിന്ന് ഫസ്റ്റ് വരുന്നത് C ആണെങ്കിൽ സെക്കൻഡ് വരുന്നത് E. Then a prisoner introduced a boy who came to visit him to the jailer. Brothers and sisters I have none. He is the. That means boy. That boy is my father's. I have none. He is my. That means boy. ആ prisonerയുടെ ഫാദറിന്റെ സൺ. ബ്രദറും സിസ്റ്ററും ഇല്ല. ദാറ്റ് മീൻസ് ആ പ്രിസണറുടെ സൺ ആണ് എന്ത്? ബോയ്. സോ ദാറ്റ് മീൻസ് ഹു ഈസ് ദ ബോയ്? ബോയ് എന്നാണ് ആ പ്രിസണറുടെ സൺ ആണ്. സൺ. പ്രിസണറുടെ സൺ. ദെൻ നെക്സ്റ്റ് വൺ. Pointing to a man in a photograph, woman said, "The father of his brother is the only son of my grandfather." Man. മാനിൻ്റെ ബ്രദർ. father is the only son of my grandfather. Is the only son of his brother is the only son of my grandfather. So woman's father's only son of grandfather's only son. So grandfather.
So that means only son. How is the woman? The father of his brother is the only son of my father of his brother is the only son of my grandfather. So grandfather and the only son ആണ്. Then എന്താണ് ചോദിച്ചിരിക്കുന്നത്? How is woman related to man? So എന്തായിരിക്കും? Sister. So ഇതാണ് sister. Sister. Then next one. How is R is the father of P. R is the father of P. Pയുടെ father ആണ് R. R is the father of P. Who is son-in-law of M? Who, that means P. Son-in-law, that means ഇവിടെ ഒരു spouse വരണം. M. And S. And S is the mother of G. S is the mother of G. So that is Gയുടെ mother ആണ് S. S is the mother of G. S is the mother of G. S is a sister of K. K sister. Who is the brother-in-law of P and H? S is K is the brother-in-law of a P. Brother-in-law of P. P നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. K പിയുടെ ബ്രദർ-ഇൻ-ലോ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇവിടെ എസ് എഴുതാം, ഇവിടെ കെ എഴുതാം. P and H. P and P. And H is the daughter of T. H is the daughter of T. H is the daughter of T. Who is the grandmother of G? T Gയുടെ grandmother ആണ്. സോ നേരെ ഇവിടെ G എടുക്കാം. T grandmother. H Tയുടെ daughter ആണ്. So that means H minus. Then how is G related to P? How is G related to P? G related to P. G നമുക്ക് സൺ ആണോ ഡോട്ടർ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല. Therefore നമുക്ക് cannot be determined. Then next one, M is a female. Then how is H related to M? How is H related to M? So obviously M ഇങ്ങനെ വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് എന്താവണം, ഇങ്ങനെ വരണം. എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് എച്ച് ഡോട്ടറെ വരത്തുള്ളൂ. സോ ഡോട്ടർ ഇൻ ലോ എന്നൊരു ആൻസർ കിടക്കുന്നു. ഒബിയസ്ലി എന്തേ വരത്തുള്ളൂ, ഡോട്ടറെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. Then next one, there are two couples in a family. K has two children. M is the wife of O. M wife ആണ് ഓയുടെ. Then F is the daughter of K. U is the sister of S. Who is the son of T? Who is the son of T? Two couples in a family. So that implies B. T is the son of T. T is the son of B. Who is a male? Who is male? How? U related to T. U related to T.
Then H has 2 children. M is wife of who is the brother of B? Who is the brother of B? F is the daughter of K. So നേരെ നമുക്ക് എന്ത് ചെയ്യാം? K കൊടുക്കാം. F is the daughter. B is the son. T is the son of B. So T son ആണ്. U is the sister of S. K has 2 children എടുത്തു. നേരെ S വരും. U. Then എന്താണ് ചോദിച്ചിരിക്കുന്നത്? How U related to T. യുവും T തമ്മിലുള്ള റിലേഷൻ എന്താണ്? കസിൻസ് ആയി കസിൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്. The graphical representation of a cumulative frequency distribution is called Ochieves. Then a table has that parts. Okay, എല്ലാം കൂടി ചേർത്ത് നോക്കുക. 4 എന്നുള്ളത് ഇപ്പോൾ റൈറ്റ് നൗ നമ്മൾ എന്താണ് എക്സാക്ട്ലി 5 എന്ന് പറയാം. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ ഇറക്കിയ ഒരു MTPയിലും എല്ലാം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, കഴിഞ്ഞ മുമ്പിൽ തവണയൊക്കെ MTPയിലും എക്സാമിനും ഒക്കെ വന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. So out of 1000 persons, 25% were industrial workers. So നമുക്ക് ടോട്ടൽ 1000 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിട്ട് വരുന്നത് 250 ആണ്. ദെൻ അഗ്രികൾച്ചർ വരുന്നത് 750 ആണ്. 300 persons enjoyed World Cup matches in TV, on which 30% of people who had not watched World Cup matches are industrial workers. So World Cup watched. So 300 ആണ് വാച്ച്ഡ്. വേൾഡ് കപ്പ് നോട്ട് വാച്ച്ഡ് ഇൻ ടി വി, നോട്ട് വാച്ച്ഡ് ഇൻ ടി വി. റിമൈനിങ് 700 ആണ്. സോ ഇതിൻ്റെ നോട്ട് വാച്ച് അതിൻ്റെ 30% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആണ്. ദെയർഫോർ റിമൈനിങ് 490 അഗ്രികൾച്ചർ ഇതാണ്. ഇവിടെ എത്രയാണ്? ടോട്ടൽ 240 ആണ്. ഇത് 40 വരും. 490, സോ 260 വരും. 490 റിമൈനിങ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 250. 490 + 250 750. ഓക്കെ, ദെയർഫോർ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് നമ്പർ ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഹു ഹാഡ് എൻജോയ്ഡ് വേൾഡ് കപ്പ് മാച്ച് ഓൺ ടി വി. സോ ടി വിയിൽ വേൾഡ് കപ്പ് മാച്ച് കണ്ടവർ എത്ര പേരാണ്? 260. Then the column headings of a table are known as caption. Then bar diagram, arrange the dimension. Bar diagram 1 ആണ്, cube diagram 3 ആണ്, pie diagram 2 ആണ്. So ആൻസർ ഇത് വരുന്നത് 1, 2, 3 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 1, 2 and 1, 3 and 2. 1, 3 and 2. Then next one. In a class of 11 students, 3 students were failed in a test. 8 students who passed secured. 3 students failed. That means 10 fail ആയി, ബാക്കിയുള്ളവർ സെക്യൂർ ചെയ്ത മാർക്കുണ്ട്. ടെസ്റ്റിൽ വാട്ട് ഈസ് ദ മീഡിയൻ മാർക്ക്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്? അസെൻഡിങ് ഓർഡറിൽ 3 പേര് ഫെയിൽ ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് ഏറ്റവും ഫെയിൽ 1, 2, 3. ദെൻ അസെൻഡിങ് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ 10, 11, 12, 14, then 15, then 20, 24, 26. So in 11 ആയതുകൊണ്ട് തന്നെ n+1 divided by 2th observation, that means 6th observation. Okay, 6th observation 1, 2, 3, 4, 5, 6. 6th observation എത്രയാണ്? 12 ആണ് വരുന്നത്. Therefore മീഡിയൻ മാർക്ക് എത്ര വരും? 12.
Suppose a population has 100 observations, 101, 101, 102, 103, etc. up to 200. Then അടുത്തത് 151, 152, 153, etc. up to 250. സോ നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. n സ്ക്വയർ മൈനസ് 1 n എടുത്തിട്ട് n 100 എടുത്ത് അങ്ങനെ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് എന്താണ് ഡിഫറൻസ് നമ്പർ ഓഫ് ടേംസ് വരുന്നത് വേരിയൻസ് ഓഫ് n കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് നമുക്ക് വരികയാണെങ്കിൽ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 എടുക്കാം. അതല്ല നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ വരുന്ന ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന 50 എല്ലാത്തിനും 50 ആണ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അൺഅഫക്റ്റഡ് ആണ്. സോ ദെയർഫോർ നമുക്ക് എന്തായിരിക്കും രണ്ടും സെയിം ആയിരിക്കും. സോ വേരിയൻസ് ഓഫ് എ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് ബി നമുക്ക് എന്ത് വരും 1 എന്ന് കിട്ടും. ഷിഫ്റ്റ് ചെയ്യുന്ന ഇത് വെച്ചിട്ട് നമ്മൾ നോർമലി സോൾവ് ചെയ്യുന്നത് വെച്ചാൽ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 ദാറ്റ് മീൻസ് 100 ആണ്. 100 സ്ക്വയർ മൈനസ് 1 ദാറ്റ് മീൻസ് 10,000 എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ഒരേ നമ്പർ ആയതുകൊണ്ട് തന്നെ രണ്ടും സെയിം ആയിട്ട് വരും. അങ്ങനെ എടുത്താലും നമുക്ക് എന്ത് വരും 999 ഡിവൈഡ് ബൈ 12 വരും. രണ്ടും അങ്ങനെ എടുത്താലും ആൻസർ 1 വരും. അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് 50 ആണ്. സോ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺഅഫക്റ്റഡ് ആണ്. ഒരേപോലെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺഅഫക്റ്റഡ് ആണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ വേരിയൻസ് ഓഫ് എ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് ബി 1 എന്ന് എഴുതാം. Then out of these which of the following is a probability not a probability sampling? ഏതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ല, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അല്ല, കോട്ട സാമ്പിളിംഗ് ആണ്. നോട്ട് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. With the increase in sample size the error also decreases. So sample size increase ചെയ്താൽ error decrease ചെയ്യും. Then mean minus mod equal to എന്നുണ്ട് 3 into mean minus median. Then next one, if mean and coefficient of variation of the marks of the students is 20 and 80 respectively, what will be the variance? So നോക്കാം coefficient of variation നമുക്ക് ഇങ്ങനെ എടുക്കാം sigma x divided by x bar into 100. That implies 80 is equal to sigma x divided by 20 into 100. So 5 ആണ്. സിഗ്മ എക്സ് ഈക്വൽ ടു 16. നമുക്ക് വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ സ്ക്വയർ 16ന്റെ സ്ക്വയർ എത്ര വരും 256. 256. Then next one, a company's past 10 years average earnings is for rupees 40 crores. To have the same average of earnings for 11 years including these 10 years, that means obviously right now 40 into 10 ആണുള്ളത്. then 11th ഇയറിലൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരണം സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയാണ് 40 കൂടെ ആഡ് ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി 40 കിട്ടുന്നത്. therefore എത്രയാണ് വരുന്നത് 40 crores. അതായത് 11th ഇയറിലും എക്സാക്ട്ലി 40 crores തന്നെ വന്നാലാണ് നമുക്ക് എന്ത് ഒരേ ആവറേജ് ആയിട്ടുള്ള 40 തന്നെ നിൽക്കുന്നത്. then next one, origin shifted by 5, then standard deviation will be increase, total deviation will increase, in deviation will increase. There will be no change in standard deviation. There will be no change in standard deviation. Then unbiased dice are thrown. Expected value of sum of numbers on the upper side. Okay, expected value ഉണ്ട്. ഇത് സ്റ്റെപ്പ് എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ എക്സ് നമുക്ക് സം വരാൻ ചാൻസ് 2 3 4 5 6 7 8 9 10 11 12. then probability, so 2 വരാൻ നമുക്ക് 1 ആണ്. രണ്ടെണ്ണം എഴുതുന്നുണ്ട് നമുക്ക് 1/36. then 3 വരാൻ 2/36, 3/36, 4/36, 5/36, then 6/36. then സം വരുന്നതാണ് കുറഞ്ഞു വരും 5/36, 4/36, 3/36, 2/36, 1/36.
സോ നമുക്ക് എക്സ് ഇൻറ്റു പി എക്സ് വരും 2/36, then 6/36, 12/36, 20/36, 30/36, 42/36, 40/36, 36 divided by 36, 30 divided by 36, 22 divided by 36, 12 divided by 36. So നമുക്ക് സിഗ്മ എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 36 ഡിനോമിനേറ്റർ ഉണ്ട്, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 2 പ്ലസ് 6 പ്ലസ് 12 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 42 പ്ലസ് 40 പ്ലസ് 36 പ്ലസ് 30 പ്ലസ് 22 പ്ലസ് 12. സോ നമുക്ക് 252 ഡിവൈഡഡ് ബൈ 36 7 എന്ന് കിട്ടും. ഇത് നോർമൽ വേയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്താൽ ഒരെണ്ണമാണെങ്കിൽ 3.5 ആണ് വരുന്നത് എക്സ്പെക്ടേഷൻ വരുന്നത്. രണ്ടെണ്ണമാകുമ്പോൾ ഇൻറ്റു 2, ദാറ്റ് മീൻസ് 3.5 ഇൻറ്റു 2 നമുക്ക് എങ്ങനെ എടുക്കാം? 7 എന്ന് എടുക്കാം. 3.5 ഇൻറ്റു 2 എന്ന രീതിയിലും നമുക്ക് 7 എന്ന് എടുക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. അതർവൈസ് നമുക്ക് ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എഴുതാനുള്ള കുറേ ടൈം വേസ്റ്റ് ആകും. ദെൻ എക്സാമ്പിൾ ഫോർ ബൈപാരാമെട്രിക് കണ്ടിന്യൂസ്. ബൈപാരാമെട്രിക് കണ്ടിന്യൂസ് ഏതാണ്? നോർമൽ ആണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. So if 5 is subtracted from each observation of sum of certain item, then coefficient of variation is 10%. And if 5 is added to each item of them, its coefficient of variation is 6%. Find the original. So coefficient of variation sigma x divided by x bar into 100 ആണ്. So first case 10 equal sigma x divided by x bar minus 5 into 100. So ഇതിന് 1 എന്ന് കൊടുക്കാം. രണ്ടാമത്തത് 6 equal to sigma x divided by x bar plus 5 into 100 equation 2. So equation 1 divided by 2 എടുത്തു കഴിഞ്ഞാൽ 10 by 6 equal sigma x എല്ലാം ക്യാൻസൽ ആകും. അതെ x bar plus 5 മുകളിലേക്ക് പോകും, x bar minus 5 താഴേക്ക് വരും. So that implies x bar എടുക്കുമ്പോഴത്തേക്കും 10 x bar minus 50 equal 6 x bar plus 30. into x bar minus 5 6 4x bar equal to 80. That implies x bar equal to 20. So equation 1ലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x bar equation 1ലേക്ക് substitution 1ലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 equal to divided by 15 into 100. So that implies sigma x is equal to 1.5. Then നമുക്ക് original coefficient of variation equal to sigma x divided by x bar into 100. 1.5 divided by 20 into 100. 1.5 7.5%. 7.5%. Then a bag contains 3 white balls and bag 1 3 white and 5 black balls. Bag 2 contains
4 white and 2 black balls. If one ball is thrown from each bag, probability that both balls were white. So that means no 3C1 divided by 8C1 into and 4C1 divided by 6C1. That means 3C1, 3 divided by 8 into 4 by 6. 2 equal to 1 by 4. 1 divided by 4. 1 divided by 4 is the right answer. Then next one, 78th question. The difference between mean and mode is 63. Difference between mean and median. So, mean minus mode equal to 3 into mean minus median. So, 63 equal to 3 into mean minus median. So, mean minus median 63 by 3 എത്ര വരും 21. Then LAD travels. Okay, what LAD travels at a speed of 200 km per hour and return at a quicker rate speed. That means the same distance different speed ആണെങ്കിൽ harmonic mean നമുക്ക് എടുക്കാം 2AB divided by A plus B. So speed average speed 24 on harmonic mean. Find the speed. So 2 into 20 into B divided by 20 plus B. So 480 plus 24B equal to 40B. 480 equal to 16B. That implies B equal to 30. So തിരിച്ചു വന്ന higher speed എത്രയാണ് 20 ആയിരുന്നു, ഇപ്പോൾ എത്രയായിട്ട് മാറി 30 ആയിട്ട് മാറി 30. Okay അല്ലേ? Then next one, 3 identical dice are rolled. The probability that the same number will appear on each. So probability ആണ് ചോദിച്ചിരിക്കുന്നത്. Therefore 3 dice throw ചെയ്യുമ്പോൾ 6:3 ആയിരിക്കും denominator. That means total outcome. Then favorable outcome വരുന്നത് മൂന്നിലും ഒരേ വാല്യൂ പറയാം. That means മൂന്നിലും 1 1 1 2 2 2 3 3 3 4 4 4 5 5 5 6 6 6. എക്സാമിന് ഇങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നമുക്ക് ഡിസ്കഷൻ ആയിട്ടാണ് എഴുതിയത്. ദാറ്റ് മീൻസ് എന്താണ് ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം വരും 6 6 ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം 6:3. ദാറ്റ് മീൻസ് 1/6². ദാറ്റ് മീൻസ് 1/36. 1 divided by 36. 1 divided by 36. The next one, the theory of compounded probability state that any two sets of events P of A intersection B, നമുക്ക് എങ്ങനെ P of B given A, P of A intersection B divided by P of A ആണ്. Therefore choice B. So in a non-leap year, the probability of getting 53 Sundays or 53 Tuesdays or 53 Thursdays. So that means non-leap year ആണെങ്കിൽ നമുക്ക് 52 ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് ഒരു ദിവസമാണ് മിച്ചമുള്ളത്. സോ അത് സൺഡേ ആകാനുള്ള ചാൻസ് 1/7 ആണ്. ഓർ അത് ട്യൂസ്ഡേ ആണുള്ള ചാൻസ് അഗെയിൻ 1/7 ഓർ വന്നപ്പോൾ എന്താണ് അഡീഷൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ്. തേഴ്സ്ഡേ ആണുള്ള ചാൻസ് 1/7 ആണ്. ദാറ്റ് മീൻസ് ഒരു 3/7 നോൺ ലീപ്പ് ഇയർ ആയതുകൊണ്ടാണ്. സോ 52 days 52 into 7 52 into 7 364 കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസമാണ്. അത് മൺഡേ ആകാനുള്ള ചാൻസ് 1/7, ട്യൂസ്ഡേ ആകാനുള്ള ചാൻസ് സൺഡേ ട്യൂസ്ഡേ ആകാനുള്ള ചാൻസ് തേഴ്സ്ഡേ ആകാനുള്ള ചാൻസ് 1/7 1/7 1/7 ഓർ ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3/7. 3 divided by 7. The next one, a card is drawn from a well shuffled pack of the 52 cards. Let E1 a king or queen is drawn. So E1 king 4/52 plus queen 4/52. That means 8/52. 4 കൊണ്ട് 2/13.
then E2 Q or a jack. So 4 by 52, jack with 4 by 52, 8 by 52, that means 2 by 13. E1 and E2. So E1 intersection E2 എന്ന് പറയുന്നത് Q വരുന്നതാണ്. നമുക്ക് എന്ത് വരും 4 by 32 ആണ്, 1 by 13 ആണ്. So P of E1 intersection E2 independent ആണെങ്കിൽ P of E1 into P of E2 1. So 1 by 13 equal to 2 by 13 into 2 by 13 ആണ്. ഒരിക്കലും ഈക്വൽ ആകത്തില്ല. Therefore നമുക്ക് എന്ത് പറയാം, ഇൻഡിപെൻഡൻ്റ് അല്ല. E1 and E2 are not independent. Then next one. Overall percentage of failure in a certain examination. Failure, that means Q equal to 0.30. Then obviously P എത്രയായിരിക്കും 0.70. What is the probability out of a group of candidates? N 6 ആണ്. At least 4 passed. That means P of X greater than or equal to 4. That means P of X equal to 4 plus P of X equal to 5 plus P of X equal to 6. ഇത് binomial distribution ആണ്. NCX into P raised to X into Q raised to N minus X. എന്നിവിടെ 6 ആണ്. Therefore P of 6C4 into 0.70 is to X4 ആണ് into 0.30 raised to 2 Q raised to N minus X plus 6C5 into 0.05 raised to 5 to 0.30 raised to 3. 6 0.30 raised to 1. Then അടുത്തത് plus 6C6. So നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് 0.70 raised to 4 ഉണ്ട്. 6C4 എന്ന് പറയുന്നത് 6C2 ആണ്. 6 divided by 4. 15 വരും into 0.3 into equal 0.09 plus 6C5 എന്ന് പറയുന്നത് 6 തന്നെയാണ് into 0.70 into 0.30 plus 0.49. 0.15 into 0.09, 1.35 plus 6 into 0.7 into 0.3, 12.6 plus 0.49, 1.35 plus 12.6 plus 0.49 and plus 0.7 2 times 3 4 into
0.7443. 0.74. Then next one. Manufacturer produces medicine bottle and finds that 0.1% of bottle are defective. The bottles are packed in a box of containing 500 bottles. So obviously Poisson distribution ആണ് mu equal to നമുക്ക് എങ്ങനെ എടുക്കാം 500 into 0.1 percentage. 500 into 0.1 percentage. Zero point 0.5. Then using Poisson distribution, manufacture 100 boxes. A drug manufacturer buys 100 boxes from the producer bottle. Using the Poisson, how many boxes contains at least 2 defective? At least. So P of x greater than or equal to, that means 1 minus P of x less than 2. That means 1 minus P of x equal to 0 plus P of x equal to 1. That means 1 minus e raised to minus 0.5 into 0.5 divided by 0 factorial plus e raised to minus 0.5 into 0.5 raised to 1 divided by 1 factorial. So 1 minus like another 0.06, then 1 plus 0.5. So that means okay, 1.5 into 0.6065 minus 1 equal to 0.09. So that's using the Poisson list of 2 defective. Find the how many boxes. So this is probability number of boxes equal to 100 into 0.09. 9. 9 boxes. The next one. Probability that a man aged 45 years will die within a year is 0.012. What is the probability that that of 10 men, at least 9 will reach their 46th birthday? So that Q equal to 0.012. Therefore P equal to 1 minus 0.012, 0.988. 0.988. At least 9 will reach. So P of x out of 10, P of x greater than 9. That implies P of x equal to 9 plus P of x equal to 10. 10 C9 0.988 raised to 9 into 0.12 raised to 1 plus 10 C10 0.988 raised to 10 into 0.10 raised to 2. 10 C9 means 10 C1 ആണ് 10 ആണ് into 0.988
equal 2 times 3, 4, 5, 6, 7, 8, 9 into 0.12. .988. So it means 0.1076449 plus 0.988. Then 0.988. 2 times 3, 4, 5, 6, 7, 8, 9, 10. 0.8862 plus 0.10764. 0.9939. നമ്മുടെ ചോയ്സിലെ ഏറ്റവും അടുത്ത് വരുന്ന 0.9934. 0.9934. Then next one. Shape of normal distribution curve depends upon its parameters. Then next one, the mean of binomial distribution. So mean NP ആണ് 20. Standard deviation അതായത് വേരിയൻസ് NPQ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. 14 4 സ്ക്വയർ 16. സോ NP 20 Q equal to 16. Q equal to 16 by 20. That means 4 by 5. 4 by 5. Therefore P എത്ര ആയിരിക്കും? 1 by 5 ആയിരിക്കും. N into 1 by 5 20 ആയതുകൊണ്ട് N 100 ആയിരിക്കും. So choice A is the right answer. Choice A is the right answer. Next one. In a Poisson distribution, P of x equal to 4 equal to P of x equal to 5. Then the parameter mu കണ്ടുപിടിക്കണം. E raised to minus m into m raised to 4 divided by 4 factorial is equal to e raised to minus m into m raised to 5 mu raised to 5 divided by 5 factorial. Cancel. So ഇവിടെ m മാത്രം മിച്ചം വരും. 4 factorial ഇവിടെ 5. So that means cross multiply ചെയ്യുമ്പോൾ m equal to 5 മാത്രം മിച്ചം. Therefore answer 5. Then the rank correlation coefficient between marks in management and mathematics for a group of students is R. Rank correlation coefficient 1 minus 6 sigma d square divided by n cube minus n. So തന്നിട്ടുണ്ട് 0.6 ആണ്. And the sum of squares of difference minus 6 into 66 divided by 0.6 equal to 1 minus 6 into 66 divided by n square minus n cube minus n. So ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഈ -1 അപ്പുറേ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 6 into 66 divided by n cube minus 3. That means 0.4. 6 into 60. That implies 396 divided by n cube minus n is equal to 0.4. Cross multiply ചെയ്യുമ്പോൾ 990 equal to n cube minus n. So n ന് 10 കൊടുത്താൽ ചോയ്സ് മെത്തേഡിൽ n ന് 10 കൊടുത്താൽ 10 cube 1000 ആണ്. 1000 minus 10 990 വരും. That implies n is equal to 10. n is equal to 10. Correlation coefficient between x and y will be negative.
So that means negative ആകുക means inverse. Inverse ആകുക means ഒന്ന് increase ആണെങ്കിൽ മറ്റൊന്ന് decrease. Then x, y, two variables x and y related as correlation coefficient 4x plus 3y equal to 7. 4x plus 3y equal to 7. So, okay, 3y equal to minus 4x plus 7 എടുക്കാം. Y equal to minus 3 divided by x plus 7 by 3. So that means നമുക്കിതൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. y നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ റിലേഷൻഷിപ്പ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? പെർഫെക്റ്റ് നെഗറ്റീവ്. പെർഫെക്റ്റ് നെഗറ്റീവ്. Perfect negative correlation. Then next one. So given the regression equations, 3x plus y equal to 13. This x on y to become just 2x plus 5y equal to 20. Y on x to become. So 3x equal to minus y plus 13, x equal to minus 1 by 3y plus 13 by 3. So b xy equal to minus 1 by 3. Then ഇവിടുത്തെ 5y equal to minus 2x plus 20. Y equal to minus 2 by 5x plus 20 by 5. byx equal to minus 2 divided by 5. So r square bxy into byx 2 by 15 ആണ്. So r is equal to minus of root of 2 by 15. 2 by 15 എൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും minus 0.365 ആണ്. r between minus 1 and 1 ഉണ്ട്. Therefore നമുക്ക് എന്ത് പറയാം? 2x plus 5y equal to 20 എന്ന് പറയുന്നതാണ് എന്ത്? y on x. y on x. y on x. Regression coefficients are independent, dependent of change of origin. So independent of both the change of origin, dependent of change of origin but not scale. So independent of change of origin but not of scale. But not of scale. Then one regression coefficient is more than unity, then other must be less than unity. ഒന്ന് more than ആണെങ്കിൽ ഒന്ന് less than ആയിരിക്കണം. Then next one. Circular test is satisfied, Laplace alla, Varshas alla, Fishers alla, simple geometric mean of price relative with the aggregative with the fixed weights. Then 97. So the following statement is true. Purchase index is the based on the base year quantity. No, purchase index satisfies the circular test. Arithmetic mean is the most appropriate average for constructing index numbers. Splicing means the construction of one continuous series from two different. So right answer. Then next one. Monthly salary of employee was 10,000 in the year 2000. It was increased to 20,000 in 2013. So 2013 10,000 another increased to 20,000. Then ഇവിടെ 100 index 240 ആയാൽ what should be the salary? So നമുക്ക് ഇവിടുത്തെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100x equal to 240 into 10,000. That implies x equal to 240 into 10,000 divided by 100. That implies 24,000. 24,000. Then 99th question. Purchasing power of money is dash. That answer പറയാവോ? Reciprocal of price index number. Reciprocal of price index number.
Then last question. In the year 2010, monthly salary was 24,000. The customer price index number was 140 in 2010, which rises to 224 in 2024. If he has the rightly compensated, what additional monthly salary to be paid to him? So ഇവിടെ 24,000, then ഇവിടെ ഫസ്റ്റ് 140, ഇവിടെ 224, ഇവിടെ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, that implies 140x equal to 24,000 into 224. That implies x is equal to 24,000 into 224 divided by 140. 24,000 into 224 divided by 140. So നമുക്ക് കിട്ടുന്നത് 38,800 ആണ് കൊടുക്കേണ്ടത്. ബട്ട് ആക്ച്വലി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം, compensate what is the additional monthly salary to be paid to him. Additional monthly salary. So that means നമുക്ക് എത്രയാണ് 3,38,400. ഇപ്പോൾ 24,000 കൊടുക്കുന്നില്ലേ, സോ അഡീഷണൽ ആയിട്ട് വരുന്നത് എത്രയാണ്? 14,400. ശ്രദ്ധിക്കണേ, ആ ക്വസ്റ്റ്യൻ ഒരു വേർഡ് അഡീഷണൽ എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചില്ല എങ്കിൽ നേരെ എന്ത് കണ്ടു ഈ ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് മാർക്കിലേക്ക് വരരുത്. സോ ദാറ്റ് മീൻസ് ആൻസർ എന്ത് വരും? 14,400 ആണ്. സോ ഇത്രയാണ് നമ്മുടെ ഇവിടെ നടത്തിയ മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ. നോക്കുക, നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് മുമ്പായിട്ട് ഒരു ഫൈനൽ ലാപ്പായിട്ട് എന്തൊക്കെ ഏരിയാസ് നോക്കണം എന്നുള്ള ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് വരും. സോ ഓരോ ചാപ്റ്ററിലും, അതായത് ലോ എക്സാം കഴിഞ്ഞിട്ട് 1.5 ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് മസ്റ്റായിട്ട് നോക്കേണ്ട ഏരിയ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതെല്ലാം ആ ഒരു വീഡിയോയിലുണ്ടാവും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.